സംസ്ഥാന ബജറ്റിൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് ഏകീകരിച്ചതിൽ അതൃപ്തിയുമായി ടൂറിസ്റ്റ് ബസ് ഉടമകൾ. നികുതി നിരക്ക് ഏകീകരിച്ചപ്പോൾ സാധാ സീറ്റുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി വർദ്ധിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. ആഡംബര ബസ് മുതലാളിമാരെ സഹായിക്കുന്ന നടപടിയെന്നാണ് ബസ് ഉടമകളുടെ ആരോപണം. സാധാ സീറ്റ്, പുഷ് ബാക്ക് സീറ്റ്, സ്ലീപ്പർ എന്നിങ്ങനെ 3 തരം സീറ്റുകൾക്കും വ്യത്യസ്ത നികുതിയാണ് 3 മാസം കൂടുമ്പോൾ ഈടാക്കിയിരുന്നത്. 20 സീറ്റിന് മുകളിലുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പഴയ നിരക്ക് പ്രകാരം സാധാ സീറ്റ് ഒന്നിന് 680 രൂപയും പുഷ് ബാക്കിന് 900 രൂപയും സ്ലീപ്പറിന് 1800 രൂപയുമായിരുന്നു നികുതി. ഏകീകരിച്ചപ്പോൾ എല്ലാ സീറ്റിനും 900 രൂപയായി. സംസ്ഥാനത്തോടുന്ന കോൺട്രാക്ട് കാരേജ് ബസ്സുകളിൽ 70% സാധാ സീറ്റുള്ള ബസ്സുകളാണ്. ഇതോടെ ഏകീകരണം ഇവർക്ക് തിരിച്ചടിയായി. ഉദാഹരണത്തിന് 49 സീറ്റുള്ള സാധാ ബസ്സിന് പഴയ നിരക്ക് പ്രകാരം ത്രൈമാസ നികുതി 33,320 രൂപയായിരുന്നത് ഏകീകരണം വന്നപ്പോൾ 44,100 രൂപയായി. 10,780 രൂപ കൂടി. 30 സീറ്റുള്ള സ്ലീപ്പർ ബസ്സിന് പഴയ നിരക്കിൽ നികുതി 54,000 രൂപയും ഏകീകരണം വരുമ്പോൾ 27,000 രൂപയും അടച്ചാൽ മതി. ബഹുമാനപ്പെട്ട ധനകാര്യ മിനിസ്റ്റർ കണ്ട് ഈ രീതിയിൽ ഒരു ഏകീകരണം വന്നാൽ ഞങ്ങളുടെ മേഖലയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മിനിസ്റ്റർ മുന്നിൽ ധരിപ്പിച്ചിട്ടുണ്ട്. പുനഃപരിശോധന വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിനു പുറമെ ആഡംബര ബസ്സുകളുടെ സ്ലീപ്പർ ബർത്തിന്റെ നികുതി 1,800 രൂപയിൽ നിന്ന് 1,500ആയും ബജറ്റിൽ കുറച്ചിട്ടുണ്ട്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്താനുമാണ് നികുതി ഏകീകരണമെന്നാണ് സർക്കാരിന്റെ വാദം. RB സനു, മീഡിയ 1.